അല്ല, ബീന എവിടെ? അവൾ എഴുന്നേറ്റില്ല. മോർണിംഗ് സെഷൻ ക്ലാസ് ഇല്ലെന്നാ പറഞ്ഞത്. ഹൗ ഇസ് എവരിതിങ് മോളെ? ഫൈൻ അപ്പാപ്പ. നീ ഇരിക്കേ. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചയ? ആൻസി നിന്നോട് ഇന്നലെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, ഞാനത് ഇച്ചായനോട് സംസാരിക്കാനിരിക്കായിരുന്നു. അത് നമുക്ക് വേണ്ട സുമി. അതെന്താ അപ്പാപ്പ? വേറൊന്നും കൊണ്ടല്ല, അത്ര ചെറിയൊരു സാലറിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ? ഒറ്റയ്ക്ക് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും നിനക്ക് ബുദ്ധിമുട്ടാവും. ഈ പറയണ പോലല്ല, പോയി തുടങ്ങിയാലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എന്ത് ജോലിയായാലും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ചായ? വേണ്ടെന്ന് വെച്ചാ നമുക്കല്ലേ നഷ്ടം? അതല്ല, കുറച്ചുകൂടി നല്ലൊരു ജോലിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുടനെ ശരിയാവും. എന്റെ പഠിപ്പിനും അറിവിനും അനുഭവത്തിനും ഇവിടെ എന്ത് നല്ല ജോലി കിട്ടാനാ ചായ? കിട്ടിയത് എന്തായാലും വേണ്ടെന്ന് വെക്കണ്ട. കൂടുതൽ നല്ലത് കിട്ടുമ്പോ അതിലേക്ക് മാറാലോ. നീ പറ, എന്താ നിന്റെ അഭിപ്രായം? എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ഒരു ജോലി ചെയ്തു തുടങ്ങിയാ അമ്മയ്ക്കൊരു ധൈര്യമൊക്കെ വരും. എന്നാ പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആട്ടെ. അതെന്താ ഇച്ചായൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇത്ര മോശം ജോലി ചെയ്യുന്നത് ഇച്ചായന്റെ നിലയ്ക്കും വിലയ്ക്കും കുറവാണെങ്കിൽ ഞാൻ പെങ്ങളാണെന്ന് ഇനി ആരോടും പറയണ്ട. ഗതിയില്ലാത്ത ഏതെങ്കിലും അകന്ന ബന്ധത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ മതി. എന്നാലും ജോലി വേണോ ഇച്ചായ? അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? ഇച്ചായൻ അങ്ങനെ ഒരു കുറച്ചിലുമില്ല സുമി. ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അമേരിക്ക വന്നിട്ട് ആദ്യത്തെ 6 മാസം ഒരു ഗ്യാസ് പമ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിലും ഒരു മോശവും തോന്നിട്ടില്ല, അന്നും ഇന്നും. പിന്നെന്താ ഇച്ചായന് ഞാൻ ഈ ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്? കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ജോലി ശരിയായാൽ നിനക്കത്രയും കഷ്ടപ്പാട് കുറയുമല്ലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ സുമി. എനിക്കൊരു കഷ്ടപ്പാടുമില്ല. ഇല്ലെങ്കിൽ വേണ്ട, ജോലിക്ക് പോയിക്കോ. എനിക്കൊരു പ്രശ്നവുമില്ല, അല്ല മോളെ? ജോസ്, ലേറ്റ് ആവുമോ? എനിക്ക് പോണം. ഓക്കെ. ഇവള് ജോലിക്ക് ചേരുന്ന കാര്യം റീത്തെ വിളിച്ചറിയിച്ചേക്കെ. അവര് പറയുന്ന ഡേറ്റിന് ഇവള് ജോയിൻ ചെയ്യും. എന്താ? Are you sure you want to do this, Beena? Yeah, certainly. I'm telling you, this is not a great place to work. Will I get good money here? Okay, sure. That's all I'm looking for. Come on, let's Okay, let's go. Hi, Sue. Well, this girl, she wants to work here. She wants to dance? No. Oh, no. She wants to be a waiter. $15 per hour. No agreement. Termination upon my decision, okay? Okay. Oh, that's good. So when can you start? Right now I can. Oh, so strange. You're so nice. Thanks. Thank you. Thank you. ഓ, ഇവിടെയാണോ ജോസ് താമസിക്കുന്നത്? ഇതൊരു വീടല്ല, ഇറ്റ്സ് എ മാൻഷൻ. ഇപ്പൊ ഓഫീസ് വിട്ട് ആൻസി വന്നിട്ടുണ്ടാവും. വരൂ. വരുന്നില്ലേ? ഇല്ല, ആൻസിയും ജോസിനെ അങ്ങനെ കണ്ടാൽ ശരിയാവത്തില്ല. എത്ര വർഷത്തെ കടവാ ബാക്കിയുള്ളതെന്ന് അറിയാവോ? കാനഡയിൽ നിന്ന് പോന്നിട്ട് ഞാനൊരു 100 ഇമെയിൽ അയച്ചിട്ടുണ്ടാവും. ഒരൊറ്റ എണ്ണത്തിനും അയച്ചിട്ടില്ല. അതിന്റെയൊക്കെ കണക്ക് തീർക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ വന്നാ ശരിയാവത്തില്ല. അതെല്ലാം കണക്കാക്കിട്ടേ ഞാൻ പിന്നൊരു ദിവസം വന്നോളാം. എന്നാ ശരി, അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ. ബൈ. ആഹാ, സുമി, ഇതെങ്ങനെ എത്തി ഇവിടെ? അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഡ്രോപ്പ് ചെയ്തു. ഇച്ചായൻ എന്നെ പിക്ക് ചെയ്യണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ കൂട്ടുകാരൊക്കെ ആയോ? നല്ല സ്ഥലം ആൻസി, എനിക്കിഷ്ടമായി. അത് മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ദാ ടേബിളിൽ ചായ ഇരിപ്പുണ്ട്, എടുത്ത് കുടിക്ക്.
എത്ര തരക്കാരാ, എത്ര വർഗക്കാരാ അവിടെ. കർണാടകത്തിൽ നിന്നുള്ളൊരു വയസ്സനുണ്ട് അവിടെ. എങ്ങനെയാ അവിടെ എത്തിയെന്ന് പോലും അയാൾക്കറിഞ്ഞൂടാ. അല്ല, വയസ്സായ വലിയ കഷ്ട അല്ലേ ആൻസി? ഇവിടെ മലയാളം പത്രമൊന്നും കിട്ടൂലേ? കേരളത്തിലുള്ളതൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടുന്ന് ഇറങ്ങുന്ന 2-3 മലയാള പത്രങ്ങളുണ്ട്. ഇവിടുത്തെ ലോക്കൽ ന്യൂസാ കൂടുതലും. ഇവിടുത്തെ തിയേറ്ററിൽ മലയാള സിനിമ വരുമോ? പിന്നെ വീക്കെൻഡ്സില് വെള്ളി, ശനി, ഞായർ മാത്രമേ ഷോയുള്ളൂ. പിന്നെ മലയാള സിനിമകൾ മാത്രം കളിക്കുന്ന തിയേറ്റേഴ്സും ഉണ്ട് ഇവിടെ. ആ, പറയാൻ മറന്നു. നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ടിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു, നമ്മുടെ ഓഫീസിൽ വെച്ച്. ഏത് ഫ്രണ്ട്? നീ എങ്ങോട്ട് മോളെ ഈ നേരത്ത്? Going out, Mom. എങ്ങോട്ട്? ഈ നേരത്ത് നീ എങ്ങും പോണ്ട. Come on, Mom. I have to go. Come on, let's have dinner together മോളെ. Some other day, Mom. It's something important. അതെന്താണെന്നാ ചോദിച്ചത്? രാവിലെ തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. Do I have to send you a special memo? ബീന, അതിര് കിടക്കരുത്. What happened to you, Mom? ഇത് പകർന്ന ഡിസീസ് ആണ്. വാട്ട്? നീ എന്താ ഉദ്ദേശിച്ചത്? ചിലരൊക്കെ എന്നെ ഇവിടെ കെട്ടിയിടാൻ ശ്രമിക്കുന്നുണ്ട്. Sorry, don't try to change me. ആരാ നിന്നെ ഇപ്പൊ കെട്ടിയിടാൻ ശ്രമിച്ചത് ഇവിടെ? മഴക്ക് വേണ്ട ആൻസി. I meant exactly this. First it was her, then Daddy, and now you two. ഇതെന്താ ജയിലാണോ? I feel suffocated here. എനിക്ക് ഇവിടെ ശ്വാസം മുട്ടുന്നു. I have to go. ബീന, ബീന, I said don't. ആലപ്പുഴയിലൊന്നും ആരുമില്ല. തറവാട് കഴിഞ്ഞ കൊല്ലവാ പൊളിച്ച് വിറ്റത്. തൽക്കാലം എറണാകുളത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കാം. റോയുടെ വീടും അവിടെയാണല്ലോ. പിന്നെ എല്ലാം അതിൻ്റെ ഒരു ഇനം പോലെ. കൊച്ചിയിൽ റൂം റിസർവ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഹോട്ടൽസ് ഉണ്ട് അവിടെ. അതൊക്കെ ആ ട്രാവൽ ഏജൻസിക്കാർ തന്നെ ചെയ്യും. അവർ തന്നെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബന്ധുക്കാരൊക്കെ? അങ്ങനെ അടുപ്പമുള്ള ആരുമില്ല ഇപ്പോൾ. ഒരേട്ടനുണ്ടായിരുന്നതും മരിച്ചുപോയി. ഏട്ടൻ്റെ മക്കളൊക്കെ പല സ്ഥലത്താ. ഒരുത്തനെങ്ങാണ്ട് തിരുവനന്തപുരത്തോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. അത്ര തന്നെ. ഒരമ്മയും മോളും കൂടി അമേരിക്കയിൽ നിന്ന് തനിച്ച് എന്നൊരു കല്യാണം നടത്താൻ പോകുന്നു. വേരറ്റുപോയി സുമി. സോഫിയുടെ തീസിസ് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തായിരുന്നോ? Yeah, I'm waiting for the result. അപ്പൊ എന്തുകൊണ്ട് നല്ല സമയമാണെന്ന് പറ. തിരിച്ചു വന്നിട്ട് നീ എന്റെ കമ്പനി ജോയിൻ ചെയ്യല്ലോ സോഫി. ബൈ ദെൻ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. I think so. എന്തായാലും എന്താ, എങ്ങനെയാ, എന്തൊക്കെയാന്ന് അവിടെ ചെന്ന് നോക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. നീ മമ്മിയെ സൂക്ഷിച്ചോളൂ സോഫി. കൊച്ചി വരെ എത്തിക്കിട്ടിയ ഭാഗ്യം. ആ, എന്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ട് കൊച്ചിയില്. ഡോക്ടർ തരകൻ. എന്റെ ബ്രദറിനെ പോലെയാ. എന്ത് ആവശ്യമുണ്ടെങ്കിലും അങ്ങനെ വിളിക്കാം. ഐ ക്യാൻ ഗിവ് യു ഹിസ് കാർഡ്. Okay. താങ്ക്സ്. അല്ല, ബീനെ ബിന്ദു ഒക്കെ എവിടെ? ബിന്ദുവിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇപ്പൊ കോളേജിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. ബീനയോ? ആ, അവളേതോ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. അയ്യോ, അവളോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോണമെന്നുണ്ടായിരുന്നു. കഷ്ടമായി പോയല്ലോ. അവളിനിയിപ്പോ വരുമ്പോ ലേറ്റ് ആവും. ഇപ്പൊ ദിവസവും അങ്ങനെയാണല്ലോ. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ ഇനി ഒരു യാത്രയില്ല. ലീവിന്റെ കാര്യമൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ധൈര്യമായിട്ട് പോയിട്ട് വാ, ഒക്കെ നന്നായി വരും. Thanks. 1 minute. Let me bring his card. ആ, പോകാം. പോവാം. പോട്ടെ സുമി. Okay then. ശരി. അവിടെ പോയി എല്ലാം ശരിയാകുകയാണെങ്കിൽ നിങ്ങൾ കെട്ടിന് വരില്ലേ? സംശയമുണ്ടോ? We will be there in advance. അല്ലേ ആൻസി? പിന്നെന്താ? 4 വർഷം കൂടിയാ ഞാൻ കേരളത്തിലേക്ക് പോകുന്നത്. പോവാൻ പറ്റിയ സമയമല്ലേ? ഇപ്പൊ ഓണക്കാലല്ലേ? ഓ, ഓണമൊക്കെ ഇവിടെ ഉള്ളവർക്കല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ശരി, പോയിട്ട് വാ. This is the card. Thanks. Okay then, Auntie. Okay. ബൈ Uncle. മോളെ. All the best, Sophie. ഓക്കേ. Bye. നീ എന്നാ പോകുന്നേ? ഐ മീൻ ടു കേരള. നോട്ട് ഡിസൈഡഡ്. ചിലപ്പോൾ ആ പ്രോജക്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കും. പ്രോജക്റ്റ് എന്തായാലും താൻ നീട്ടിവെക്കണ്ട. ടേക്ക് ദിസ്. ഇത് അങ്കിൾ.
കീപ് ഇറ്റ് യങ് മാൻ. നീ സിനിമ പിടിക്കാൻ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനാണ്. ഐ മീൻ സതീഷ് ഉണ്ടായിരുന്ന കാലത്ത്. പക്ഷേ നിന്റെ പ്രോജക്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ ഡോക്യുമെൻ്ററിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ബിന്ദു എന്നോട് പറഞ്ഞു. ഐ റിയലി ലൈക്ക് ദാറ്റ് കോൺസെപ്റ്റ്. യു ഷുഡ് മേക്ക് ഇറ്റ്. ഞാൻ വെറുതെ ആരുടെയും പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. നിന്റെ ടാലന്റിൽ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. യു വിൽ മേക്ക് ഇറ്റ് ബിഗ് സം ഡേ. ആ, ഇത് നീ എനിക്ക് തിരിച്ചു തരണം. വിത്ത് ഇൻട്രസ്റ്റ്. ഇറ്റ്സ് എ ലോൺ. ഷുവർ, ഐ വിൽ. താങ്ക്സ് അങ്കിൾ. വെൽക്കം. Yeah, I'm flying down. I'll be there tonight. Okay, you fix the appointment. Let's meet 9 tonight. Okay, all right. Bye. ഞാനിന്ന് ന്യൂയോർക്കിന് പോവുക. 4 o'clock ഫ്ലൈറ്റിന്. സംതിങ് സീരിയസ്? ഏയ്, ബിസിനസ് മാൻ. ഒരു കലാകാരന്റെ ഫ്രീഡം ഒരിക്കലും ഒരു ബിസിനസ് മാൻ ഉണ്ടാവില്ലല്ലോ. എന്നാ നീ ചെല്ല്. പോകുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്. So all the best, young man. Make us all proud, okay? Thank you. Bye. Bye, uncle. Bye. വീട്ടിൽ വന്ന ഒരു പക്ഷേ തൻ്റെ അമ്മയ്ക്കത് ഇഷ്ടാവില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. സോ ഐ എം ഹിയർ. അമ്മ കുറച്ച് കൺസർവേറ്റീവാ. ബിന്ദു അങ്ങനെ അല്ലെന്നാണോ പറയുന്നത്? എന്നാ കേരളത്തിൽ പോകുന്നേ? നെക്സ്റ്റ് വീക്ക്. അതും ബിന്ദുവിൻ്റെ സഹായം കൊണ്ട്. ഞാനെന്ത് ചെയ്തു? 2 things. ഒന്ന്, എനിക്ക് ഈ പ്രോജക്റ്റിനുള്ള വാലിഡ് ഇൻപുട്സ് തന്നു. സെക്കൻഡ് ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, ജോസ് അങ്കിളിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ജോസ് അങ്കിളാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഫിനാൻസ് ചെയ്യുന്നത്. ഹി സെഡ് ഹി ക്വൈറ്റ് ഇംപ്രസ്ഡ് വിത്ത് ദ പ്രോജക്റ്റ്. സത്യമാണോ എന്തോ? ശരിക്കും ജോസപ്പാപ്പന് കേരളവും അതിന്റെ ചേഞ്ചിങ് ഫേസും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാ. പ്രത്യേകിച്ചും വിജയെ പോലെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാള് ഇങ്ങനൊരു സബ്ജക്ട് ചെയ്യുന്നത് അറിഞ്ഞപ്പോ അപ്പാപ്പന് സന്തോഷമായി. എന്നെ വലിയ ഇഷ്ടമാണ് ജോസ് അങ്കിളിന്. അതുകൊണ്ട് ചിലപ്പോൾ എന്നെ ഡിസ്കറേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതാ ഞാൻ സംശയിച്ചത്. അതും അപ്പാപ്പൻ പറഞ്ഞു. എന്ത്? വിജയനെ വലിയ ഇഷ്ടമാണെന്ന്. ഫണ്ണി. ഇതിലെന്താ ഇത്ര തമാശ? ആ, എനിവേ, ഇത് എൻ്റെ വക ബിന്ദുവിന് ചെറിയൊരു സമ്മാനം. ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും, ഫോർ ഓൾ ദി സർവീസസ്. അയ്യോ, എന്താ ഇത്? എനിക്കിതൊന്നും വേണ്ട. വൈ? ഞാൻ തരുന്നുണ്ടാണോ? അതെ, പ്രായം തികഞ്ഞ പെൺപിള്ളാരെ ഇതുപോലുള്ള സമ്മാനങ്ങൾ മേടിക്കാൻ പാടില്ല. ആര് പറഞ്ഞു ഈ സ്റ്റുപ്പിഡിറ്റി? സ്റ്റുപ്പിഡിറ്റി ഒന്നുമല്ല, എന്റെ അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു. ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്. എന്നാലേ അമേരിക്കയിലെ കസ്റ്റം അനുസരിച്ച് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു തരുന്ന ആൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. ബിന്ദു ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കുന്നു, ഞാൻ അമേരിക്കയിലെ നിയമങ്ങൾ പാലിക്കുന്നു. സോ കീപ് ഇറ്റ്. എന്തു പറ്റി? ഷോക്ക് അടിച്ച? എനിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കേ, എന്നാ ഞാൻ പോയേക്കാം. ഇനി ഞാൻ തന്നെ കേരളത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷമേ കാണൂ. സോ ഹാവ് എ നൈസ് ടൈം. ബൈ. ഗുഡ് ലക്ക്. ഐ വാല്യൂ ദാറ്റ്. താങ്ക്സ്. ബൈ. ഇച്ചാനിപ്പോ ന്യൂയോർക്കിൽ എത്തിക്കാണോ? 8:30 ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യേണ്ടത്. 9 മണിക്ക് എന്തോ അപ്പോയിൻമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വിളിക്കാനായിരിക്കും. ആ, റിട്ടയർമെന്റ് ഹോമില് എന്റെ മാനേജറായി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവരെപ്പോഴും ആൻസിയെപ്പറ്റി തിരക്കും. ഓ, ഞാനത് മറന്നു കേട്ടോ. ഒരു ദിവസം ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇവിടെയുള്ള മിക്ക ആൾക്കാർക്കും ജോസിനെ അറിയാം. ഇവിടെ വെച്ചല്ല, നിങ്ങൾ കാനഡ വെച്ചുള്ള പരിചയമാണെന്ന് അവര് പറഞ്ഞത്. അവരുടെ പേര് അന്നേന്നാ. അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. കാനഡയിൽ നിന്ന് പോന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞു. കുറെ എഴുത്തൊക്കെ അയച്ചിട്ടും ആൻസി ഒന്നിനും മറുപടി അയച്ചില്ലാന്ന് ദേഷ്യത്തിലാ മൂപ്പത്തി. ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്കും തിരക്കല്ലേ. ആൻസിക്ക് ഓർമ്മ വരുന്നില്ലേ? അന്ന, അത് ഒരുപാട് കാലം മുമ്പല്ലേ, അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഇതേതാ ഈ കാറ്?
ഓ ഇവനായിരുന്നോ? Oh, yeah. Okay, give me a Yes, phone. bye. Drive safe. Sure. Be Okay, careful. Bye. Hi, Mom. മോളെ ഇതേതാ ഈ കാറ്? This? ആ ഇതെന്റെ car. My own car. I bought it today. അതെന്നായിരുന്നു ഇന്നത്തെ സെലിബ്രേഷൻ. നല്ല കാറല്ലേ? I love this. നിന്റെ കാറോ? എന്തൊക്കെ ഈ പെണ്ണ് പറയുന്നേ? ഇതെന്ത് തമാശയടി? തമാശ? It's not a തമാശ, Ma. ഞാൻ ഇന്ന് വാങ്ങിച്ച കാറാ. ഡാഡി പണ്ട് പ്രോമിസ് ചെയ്ത് പറ്റിച്ച പോലെ അല്ല. എന്റെ സ്വന്തം ഏർണിങ്സ് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. നിനക്ക് എവിടുന്ന് അതിന് സ്വന്തം ഏർണിങ്സ് ഒക്കെ? There you are. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സർപ്രൈസ് തരാൻ വേണ്ടിയാ ഇത് സീക്രട്ട് ആക്കി വെച്ച. എന്ത് സീക്രട്ട്? I've been working, Mom. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. വാട്ട്? ജോലി ചെയ്തെന്നോ? എവിടെ? അതിന് നിനക്ക് എവിടുന്ന് സമയം? അത് പാർട്ട് ടൈം ജോബാ, Mom. From evening 4 to 8. Sometimes 9, sometimes 10. കൂടുതൽ സമയം ജോലി ചെയ്താ കൂടുതൽ ഡോളേഴ്സ്. അപ്പൊ അതുകൊണ്ടാണോ നീ പതിവായിട്ട് ലേറ്റ് ആയിട്ട് വന്നോണ്ടിരുന്നത്? ഒരു വാക്ക് നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? ഞാൻ വാങ്ങി തരുമായിരുന്നല്ലോ ഇഷ്ടമുള്ള കാറ്. It's not that, Mom. എന്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങുമ്പോ it feels great. I feel like on the top of the world. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, എവിടെയാ നീ ജോലി ചെയ്തിരുന്നത്? അത് മമ്മിയോട് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ടെൽ മി ബീന. At Rolex Bar, the heart of the city. ഇന്ന് ഞാൻ ജോലി ചെയ്തു 4 hours. They pay you really well. McDonald's-ന്റെ ഡബിൾ. അതുകൊണ്ടല്ല എനിക്ക് ഇത്ര പെട്ടെന്ന് കാർ വാങ്ങാൻ പറ്റിയേ. റോളക്സ് ബാറോ? യു മീൻ എ ബാർ? അവിടെ നീ എന്ത് ജോലി ചെയ്തിരുന്നു? I'm a waitress there. വെയിട്രസ്? അത്രയ്ക്ക് അഹങ്കാരമായ നിനക്ക്. കണ്ട കുടിയന്മാരുടെ മുമ്പിൽ അഴിഞ്ഞാടിയിട്ട് നാണമില്ലെന്ന് പ്രസംഗിക്കുന്നു. ഇതിനു വേണ്ടിയാണോ നീ ഇവിടെ വളർന്നത്? ഇനി ഇത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി നീ അവിടെ ജോലിക്ക് പോവുന്നു. സുമി, എന്തായി കാണിക്കുന്നേ? ഒരക്ഷരം മിണ്ടരുത്. ഇത് കണ്ടോണ്ട് ഇവൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും, എനിക്ക് പറ്റില്ല. ഇങ്ങനെ വളർത്തി നശിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞില്ലാതിരിക്കുക ഇതിലും ഭേദം. റെഡി? നിന്നെ ഞാൻ Don't touch me. ആരാ നിങ്ങള്? നിങ്ങൾ ആരാ? Who the hell do you think you are? വേണ്ട മോളെ. Leave me, Mom. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട്. We were so happy here. എല്ലാം നശിപ്പിച്ച നിങ്ങൾ വന്നിട്ടാ. You spoiled the whole piece here. I'm not your mom. Don't call me that. നിങ്ങൾ ഇവിടെ വന്ന ശേഷം എന്റെ ഡാഡ് ആദ്യമായിട്ട് എന്നെ അടിച്ചു. എന്റെ മമ്മ എന്നെ വഴക്ക് പറഞ്ഞു. All because of you. Enough of this. I can't take this anymore. I can't take this anymore. നിങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഇനി ഞാൻ താമസിക്കത്തില്ല. Never. Never. No more. Leave me, Mom. മോളെ പോരുത്. മമ്മി പറയുന്നത് കേൾക്കും. മോളെ ബീന, no. ബീന. മോളെ ബീന. ഹലോ ജോസ്? ജോസ് ആണോ? ഹലോ. യെസ്. ആ, ഞാനിവിടെ എത്തി ആൻസി. ഐ എം ഇൻ എ മീറ്റിംഗ്. നീ കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. ഓക്കെ? എനിക്ക് വയ്യ. ഹലോ. ആ, എന്താ ആൻസി ഇത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താണ് ഉണ്ടായെന്ന് വെച്ച വാതുറന്ന് പറയേ. വെറുതെ എന്നെ ടെൻഷനാക്കാതെ. നമ്മുടെ മോള് പോയി ജോസ്. വാട്ട്? പോയെന്നോ? എന്താ നീ പറയുന്നേ? എവിടെ പോയെന്നാ? എനിക്കറിയാൻ വയ്യ. അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഓ, അത്രേ ഉള്ളോ? നീ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു. അവള് വന്നോളൂ ആൻസി. അല്ലാതെ അവൾ എവിടെ പോകാനാ? അല്ല, ഇത് അങ്ങനല്ലെന്നേ. എല്ലാ തവണത്തെ പോലെ അല്ലെന്ന്. ആൻസി, റിലാക്സ്. യു ജസ്റ്റ് റിലാക്സ്. ഓക്കെ? എവിടാണെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എന്റെ ആൻസി, സമാധാനമായിട്ട് കാര്യം പറ. ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിട്ട് അവള് പോയത്. എനിക്കിപ്പോ അവളെ കാണണം. എനിക്ക് എന്റെ മോളെ കാണണം ജോസെ. ആൻസി, നീ ആ സുമിക്ക ബിന്ദുവിനെ ഫോൺ കൊടുത്തേ. അവളാ കാരണം എന്റെ മോൾ ഇവിടെ ഇറങ്ങി പോകാൻ. അവരിവിടെ താമസിപ്പിക്കേണ്ടത് ഞാൻ 100 വട്ടം ജോസിനോട് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തായി? ഞാൻ അങ്ങോട്ട് വരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റിൽ. നീയായിട്ട് അവിടെ ഇനി കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ, കേട്ടല്ലോ? ബീന എങ്ങും പോവില്ല ആൻസി. ഞാൻ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം.
അതുവരെ പ്ലീസ് ഡോണ്ട് ലൂസ് യുവർ പേഷ്യൻസ്. ഓക്കെ? സമാധാനായല്ലോ? നിന്റെ മനസ്സിലൂടെ നടന്നില്ലേ? പാവം എന്റെ മോള് ഒന്നിച്ചു പോകുന്നുണ്ട് എന്റെ മുമ്പില്. എന്താ എന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, പിന്നെ എങ്ങനെ പറയണം? എന്റെ മോളെ ഞങ്ങളിൽ അകറ്റി കഴിഞ്ഞപ്പോ സമാധാനായല്ലോ രണ്ടെണ്ണത്തിനും. മാമേ, നമുക്ക് പോവാം. രാത്രിയില് ഈ സിറ്റിക്കകത്ത് അവളെ പോലെ പ്രായം തികഞ്ഞൊരു പെണ്ണ് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അമ്മേ, ഓ വേണ്ട വേണ്ട, ഇരുന്നാട്ടെ, അവിടെ തന്നെ ഇരുന്നാട്ടെ, അവിടെ തന്നെ ഇരുന്നാട്ടെ. അല്ലെങ്കിൽ അതല്ലേ സംഭവം. എവിടെയെങ്കിലും ചെന്ന് കേറിയ കാന്ത പോലെ ഒട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോളൂ. തൊട്ടുപോര് തന്നെ, പൊയ്ക്കോട്ടെ അവിടുന്ന്, തൊടരു തന്നെ. എന്റെ മോള് അമ്മേ. താങ്ക്സ്. ജോസേ, ആൻസി, അവള് കൂൾ ഡൗൺ. ഇപ്പൊ ഞാൻ വന്നല്ലോ. നമ്മുടെ മോള് ഇതുവരെ വന്നില്ലേ അവള്? ഇല്ല, ഇനി അവള് വന്നിട്ടില്ല. വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. വാ. സുമിയുടെ രണ്ടെണ്ണം മുറിയിലുണ്ട്. രാവിലെ മുതൽ പുറത്തിറങ്ങിയിട്ടില്ല. താൻ അവളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു? ഇല്ല, എന്റെ കയ്യിൽ ആരുടെയും നമ്പർ ഇല്ല. എനിക്കൊന്നിനും വയ്യ. അവള് മൊബൈൽ എടുത്തിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ. സ്വിച്ച് ഓഫ് ആണല്ലോ. അയ്യോ, എന്റെ മോള്. ആൻസി പ്ലീസ്, നീ എന്നെ കൂടി ഇങ്ങനെ തളർത്താതെ. നമുക്ക് കണ്ടുപിടിക്കാം. അവളുടെ ഒരു ഫോൺ ബുക്ക് ഉണ്ടായിരുന്നല്ലോ. ഞാൻ അറിയാതെ ചെയ്തത്. ഒരു നിമിഷം അവളെ ആ കോലത്തിൽ കണ്ടപ്പോ ഞാൻ അറിയാതെ ചെയ്തത്. ഇച്ചായ, എന്നോട് എന്തെങ്കിലും വേണ്ട. എന്നെ ഇങ്ങനെ ശിക്ഷിക്കാതെ എന്നെ വേണ്ടി തല്ലിക്കോ. ഡയറി ഞാൻ നോയിക്കോട്ടെ. Oh, thank God. Hello. Hi, Anita. This is Bina's dad. Yeah, fine. Did you see Bina today? Nothing. She hasn't reached home yet. So just checking. Okay, bye. എന്താ ജോസ്? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ആ കുട്ടിക്ക് അറിയില്ല. ജോസ്, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആൻസി പ്ലീസ്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. Hi, Flora. This is Bina's dad. Hi, Uncle. How are you? Oh, fine. You see, Flora, at present Bina has not reached home. You have seen her? Me? No, Uncle. I'm still at home. We had bash yesterday.
Did you like Beena's new car? നീ അവളുടെ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചോ? ഇല്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ജോസ്? നോക്കാം. ഞാനൊന്ന് കാറെടുത്ത് പോയി വരാം. അവളുടെ യൂഷ്വൽ ഹാങ് ഔട്ട്സിലൊക്കെ നോക്കാം. ഞാനും കൂടെ വരാം. ഒരു മിനിറ്റ്. ഇച്ചായനും എന്നെ കുറ്റപ്പെടുത്തുന്നത്. അന്നേരത്തെ വിഷമത്തിന് അപ്പാപ്പൻ വല്ലതും പറഞ്ഞതാവും. അമ്മ കുറച്ചേരം കിടക്ക്. നിന്നെ പോലെ തന്നെയല്ലേ എനിക്ക് അവളും. അവളുടെ നല്ലതല്ലാതെ എന്തെങ്കിലും വേറെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. എന്നിട്ട് എന്താ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നേ? അമ്മ അമ്മ ഒരാൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. സാരമില്ല, ഒന്നും സാരമില്ല. മീന ഒന്നെങ്കിൽ തിരിച്ചു വന്നാ പിന്നെ ഒക്കെ ശരിയായിക്കോളും. അവള് വരില്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ അവള് വരില്ലെന്നല്ലേ പറഞ്ഞിട്ട് പോയത്. ഒന്നുമില്ല അമ്മ, അവള് വരും അമ്മ.